നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. വാണിജ്യ LPG ക്ഷാമം. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ റോക്കറ്റ് സ്റ്റവ് ശ്രദ്ധേയമാകുന്നു. വാണിജ്യ LPG ഗ്യാസ് ക്ഷാമവും തുടർച്ചയായ വിലവർധനവും നേരിടുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന റോക്കറ്റ് സ്റ്റവ് വികസിപ്പിച്ച് ശ്രദ്ധ നേടുകയാണ് വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ. പരമ്പരാഗത മരമടുപ്പുകളെ അപേക്ഷിച്ച് കുറഞ്ഞ പുകയും കൂടുതൽ ചൂടും ലഭിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ ഇന്ധനത്തിൽ കൂടുതൽ താപക്ഷമത ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ ഈ പ്രോജക്ട് വികസിപ്പിച്ചത്. 30 സെന്റിമീറ്റർ വ്യാസവും 90 സെന്റിമീറ്റർ ഉയരവുമുള്ള കമ്പോസിഷൻ ചേംബറാണ് സ്റ്റൌവിൽ പ്രധാന സവിശേഷത. മികച്ച ഡ്രാഫ്റ്റ് എഫക്ട് ലഭിക്കുന്നതിനും പൂർണ്ണ കമ്പോസിഷൻ ഉറപ്പാക്കുന്നതിനുമായി ചേംബർ പ്രത്യേക അനുപാതത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ചൂട് പുറത്തേക്ക് നഷ്ടപ്പെടാതിരിക്കാൻ കമ്പോസിഷൻ ചേംബർ ചുറ്റും ഇൻസുലേഷൻ നൽകിയിട്ടുണ്ട്. പുറംഭാഗം ബ്രിക്ക്, GI ആംഗിൾ ഫ്രെയിം എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ കൂടുതൽ ശക്തിയും ദീർഘായുസ്സും ഉറപ്പാക്കുന്നു. മരം ഇന്ധനം നൽകുന്നതിനായി 35 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെ ഇൻക്ലിനേഷൻ ഉള്ള ഫ്യുവൽ ഫീഡ് പൈപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ മരം സ്വാഭാവികമായും കമ്പൻസേഷൻ സോണിലേക്ക് നീങ്ങുകയും എയർ ഫ്യുവൽ മിക്സിംഗ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ബ്ലോവർ സംവിധാനം നൽകിയിരിക്കുന്നതിനാൽ കമ്പൻസേഷൻ കൂടുതൽ കാര്യക്ഷമമാകുകയും പുക കുറയ്ക്കുകയും ചെയ്യുന്നു. അടിഭാഗത്ത് റിമൂവബിൾ ആഷ് കളക്ഷൻ ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ശുചീകരണവും എളുപ്പമാണ്. പ്രദേശങ്ങൾ, ചെറിയ ഭക്ഷണശാലകൾ, ചായക്കടകൾ, ക്യാമ്പുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പ്രായോഗികമായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ റോക്ക് സ്റ്റൗ വികസിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രോജക്ടിന് മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ദീപക് നാരായണൻ, സിവിൽ വിഭാഗം മേധാവി മിസ്റ്റർ സോണിയ, ഡയറക്ടർ ഡോക്ടർ സന്തോഷ് സൈമൺ എന്നിവരുടെ സാങ്കേതിക പിന്തുണ ലഭിച്ചു. ലാബ് സ്റ്റാഫ് അംഗങ്ങളായ ഹരിദാസ്, സിന്ധു, സുജിത് എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായവും നിർദ്ദേശങ്ങളും നൽകി. കുറഞ്ഞ ഇന്ധനത്തിൽ കൂടുതൽ ചൂട് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി പരിസ്ഥിതി സൗഹൃദ കുക്കിംഗ് സിസ്റ്റം വികസിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഈ സ്റ്റുഡന്റ്. ഇതൊരു പുതിയ ടെക്നോളജി അല്ല. ഇത് 1700 കാലഘട്ടത്തിൽ തന്നെ റോമൻസ് ഒക്കെ ഉണ്ടാക്കി വന്നൊരു ഐഡിയ ആണ്. പക്ഷേ ഈ കാലഘട്ടത്ത് നമ്മൾ കൊമേഴ്ഷ്യൽ LPGന്റെ ഷോർട്ടേജ് വന്ന സമയത്ത് അങ്ങനെ നമുക്ക് തോന്നിയതാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്. കാരണം ഇവിടെ സാരിച്ച് ഇപ്പോഴും പറയും ഇങ്ങനെ ഗ്യാസിന്റെ ഒരു ഷോർട്ടേജ് പറയും. അങ്ങനെ മെക്കാനിക്കൽ സിവിലും കൂടി ഒരു ജോയിന്റ് ആയിട്ട് നമ്മളൊരു ഐഡിയ നമ്മളിങ്ങനെ ചെയ്ത് ഉണ്ടാക്കാം, ഇങ്ങനെ ഒരു മെസ്സിൽ കൊടുക്കാം എന്നുള്ള ഐഡിയയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിന്റെ വളരെ ചെറിയ പ്രിൻസിപ്പിളാണ് ഇതിൽ. അപ്പോൾ ഇതാണ് നമ്മളെ ഈ പറയുന്ന ഫ്ലെയിം വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഈ ഡയമീറ്ററിന് ഒരു സ്പെസിഫിക് ഡയമീറ്റർ വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഡയമീറ്റർ ചൂസ് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ വെസലാണ് നമ്മൾ ഈ ഡയമീറ്റർ ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ മെയിൻ ഒരു ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിന് ഡയമീറ്ററും ഇതിന്റെ ഹൈറ്റും ഉണ്ടല്ലോ ഈ സിലിണ്ടറിന്റെ, ആ റേഷ്യോ എന്ന് പറയുന്നത് ഒരു 3:4 എന്ന രീതിയിലേക്ക്, ഒരു 3:5 എന്ന രീതിയിലേക്ക് വരണം. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്തത് ഒരു 30 സെന്റിമീറ്റർ എന്നുള്ള വ്യാസം നമ്മൾ ഡയമീറ്റർ നമ്മൾ ചൂസ് ചെയ്തു. അപ്പം നമുക്കറിയാലോ 13:3, അപ്പം നമ്മൾ 90 സെന്റിമീറ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളൊരു വേസ്റ്റ് എടുത്തൊക്കെ ഇത് വരുള്ളൂ, ഈ ഹൈറ്റ് വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 30 സെന്റിമീറ്റർ ചൂസ് ചെയ്യും. അങ്ങനെ 90 സെന്റിമീറ്ററിലോട്ട് നമ്മൾ ഇത് കൊണ്ടുവരികയും ചെയ്തു. ഈ ഒരു പോർഷനകത്താണ് നമ്മൾ വിറക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് വരിക, വിറക് ഇവിടെ നിന്നാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻക്ലിനേഷൻ നമ്മളൊരു 30 to 45 ഡിഗ്രിയിലാണ് ഇൻക്ലിനേഷൻ പ്ലേസ് ചെയ്തത്. വേറൊന്നല്ല, നമ്മൾ ഈ വുഡ് ബേൺ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഇങ്ങോട്ട് ഈ പറയുന്ന ചാമ്പറിലേക്ക് പുഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻക്ലിനേഷൻ കൊടുത്തിട്ട്. ഹൊറിസോണ്ടലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, വിറക് നമ്മൾ വീണ്ടും നമ്മൾ മാനുവലി കൈകൊണ്ട് നമ്മൾ എന്തായാലും ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത് ഇൻക്ലിനേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്തായി വിറക് ബേൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അതൊരു ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇൻക്ലിനേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ നമ്മൾ ഒരു ഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലെന്ന് വെച്ചാൽ ഔട്ട്സൈഡ് എയർ നമ്മൾ അറിയാം, നമ്മൾ അടുപ്പിൽ നമ്മൾ ഊതുമല്ലോ, നമുക്ക് എയർ വേണം. ഒരു ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ ആവശ്യമുണ്ട്. അപ്പോൾ ആ എയറിന് വേണ്ടിയിട്ടാണ് ആ സപ്ലൈ വരുന്നത്. അത് സഫീഷ്യൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്ലോവർ കണക്ട് ചെയ്യാം. ഒരു ബ്ലോവർ നമ്മുടെ കയ്യിലുണ്ട്. ആ ബ്ലോവർ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബ്ലോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ താഴെ ഈ വുഡ് ചൂടാവുന്ന സമയത്ത് നമുക്കറിയാം എയർ ഹീറ്റ് ആവുന്ന സമയത്ത് എയറിൻ്റെ ഡെൻസിറ്റി നമുക്ക് കുറയും. എയറിൻ്റെ ഡെൻസിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസിറ്റി കുറഞ്ഞ വാതകങ്ങൾ മേലോട്ടേക്ക് പോകും. അങ്ങനെയാണ് ഈ പറയുന്ന ഇവിടേക്ക് നമ്മൾ ആ ചൂട് എത്തുന്നത്. പിന്നെ ചുറ്റും നമ്മൾ ഈ പറയുന്ന ഇൻസുലേഷൻ നമ്മൾ കൊടുത്തുകൊണ്ട്, ഈ ഇൻസുലേഷൻ ഉണ്ടാക്കിയത് നമ്മൾ സിവിലിലെ കുട്ടികൾ ഇവിടെ തന്നെയുള്ള സാൻഡും ഈ പറയുന്ന ഈ ലൈം സ്റ്റോണൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഇതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഔട്ട്സൈഡ് ഈ പറയുന്ന ഈ ഇൻസുലേഷൻ കൊടുത്തിട്ടുള്ളത്. ആ ഇൻസുലേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഹീറ്റ് പുറത്തേക്ക് പോകില്ല. സോ ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നു എന്നുള്ളതാണ്.
നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.